Hi dear friends, welcome back TravelLoversbymunna. ഇന്ന് നമ്മളൊരു സിമ്പിളായിട്ടുള്ളൊരു സ്നാക്സ് റോളാണ് ഉണ്ടാക്കാൻ പോണത്. അത് ഫലാഫിൽ റോളാണ്. നമ്മുടെ അറബികളുടെ പരിപ്പ് വട റോള് വേണമെങ്കിൽ പറയാം. കാരണം നമ്മുടെ ഒരു പരിപ്പ് വട ഉണ്ടാക്കണ പോലത്തെ ഒരു മെത്തേഡിലാണ് ഈ ഒരു ബോൾ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം അതൊന്ന് പൊടിച്ചിട്ടാണ് ഇത് റോളാക്കണത്. ഇതിന് നമുക്ക് ഉണ്ടാക്കാൻ ആവശ്യം വൈറ്റ് കടലയാണ്. അത് ഞാനൊരു 4-5 മണിക്കൂർ കുതിർത്തി വെച്ചിട്ടുള്ളതാണ്. ഇതിപ്പോൾ ഈവനിങ് ഉണ്ടാക്കുകയാണെങ്കിൽ മോർണിംഗിലൊക്കെ വെള്ളത്തിലിട്ട് വെച്ചാൽ മതി. പിന്നെ കുറച്ച് പാർസലിയും പിന്നെ ഒരു വലിയൊരു സബോളയും അത് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇതേപോലെ ഇട്ടാൽ മതി. പിന്നെ കുറച്ച് വെളുത്തുള്ളി. ഇത് നല്ലപോലെ നമ്മൾ മിക്സ് ആക്കിയിട്ട് ഒന്ന് ക്രഷ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതേപോലെ കിട്ടും. ഈ ഒരു പരുവത്തിൽ മതി, അധികം നമ്മൾ മിക്സാക്കി എടുക്കണ്ട. ഇനി ഇതിലേക്ക് ആവശ്യമുള്ളത് നല്ല ജീരകത്തിൻ്റെ പൊടി, പിന്നെ കുറച്ച് ചെറുനാരങ്ങയുടെ നീര്, അതൊരു പുളിരസത്തിന് വേണ്ടിയിട്ടാണ്. പിന്നെ നമുക്ക് ഒരു ബ്രെഡ് ക്രംസ് ഇപ്പോൾ ഒന്നെങ്കിൽ ബ്രെഡ് പൊടിച്ചതോ അല്ലെങ്കിൽ റസ്ക് പൊടിച്ചതോ ആയാലും മതി. പിന്നെ ആവശ്യത്തിന് ഉപ്പും പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടിയിട്ടിട്ടാണ് നമ്മളിതിൽ നല്ലപോലെ മിക്സാക്കി എടുക്കുന്നത്. ഇനിത് നല്ലപോലെ മിക്സാക്കിയെടുക്കുക. നല്ലപോലെ എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചിട്ട് മിക്സാക്കിയെടുക്കുക. ഇത് മിക്സാക്കിയിട്ട് കുറച്ച് നേരം നമ്മൾ എടുത്ത് വെക്കണം കേട്ടോ. ഒരു അരമണിക്കൂറോ ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ ഫ്രിഡ്ജിൽ, അതെല്ലാം പുറത്ത് വെക്കുകയാണെങ്കിൽ അതും കുഴപ്പമില്ല. കുറച്ച് നേരം നമ്മളൊന്ന് സെറ്റാക്കിയിട്ട് അതൊന്ന് എടുത്ത് വെക്കുക. ഇനി അതിലേക്കുള്ള അമ്മൂസ് ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഈ അമ്മൂസിൽ നമ്മൾ നേരത്തെ ഈ പച്ചക്കടല നമ്മളൊന്ന് ക്രഷ് ചെയ്യണതിൻ്റെ മുന്നേ കുറച്ച് കടല നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വേവിച്ച കടലയും പിന്നെ അതിലേക്ക് ആവശ്യം 4-5 അല്ലി വെളുത്തുള്ളിയും പിന്നെ ചെറുനാരങ്ങ ഒഴിക്കുകയാണെങ്കിൽ അതൊഴിക്കുക. ഞാനിപ്പോൾ ഇവിടെ വിനാഗിരിയാണ് ഒഴിച്ചിട്ടുള്ളത്. ഒരു തരി വിനാഗിരിയും കൂടെ ഒഴിക്കുക. എന്നിട്ട് നല്ലപോലെ അതൊന്ന് മിക്സാക്കി എടുക്കുക. ആവശ്യത്തിന് വെള്ളവും ഒഴിച്ചിട്ട് നല്ലപോലെ മിക്സാക്കി എടുക്കുക. ഇപ്പോൾ നമ്മുടെ അമ്മൂസിനുള്ളതൊക്കെ സെറ്റായിട്ട് വന്നിട്ട് നല്ലപോലെ മിക്സായും കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ തഹീന ചേർത്തിട്ട് ഒന്ന് മിക്സാക്കി എടുക്കുക. കുറച്ച് ഒലിവ് ഓയിലും പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ആക്കിയിട്ട് നല്ലപോലെ മിക്സാക്കി എടുക്കുക. ഇനി ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്കിനി ഫലാഫിൽ ബോൾ ഉണ്ടാക്കാൻ പോകണം. നേരത്തെ സെറ്റാക്കി വെച്ചിട്ടുള്ള ആ മിക്സ് എടുത്തിട്ട് ബോളോ അതോ നമ്മൾ പരിപ്പ് വടയുടെ ഒരു ഷേപ്പിൽ അങ്ങനെയാണെങ്കിൽ അങ്ങനെ ആക്കിയെടുക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്കിതൊന്ന് മൊരിഞ്ഞ് കിട്ടിയാൽ മതി. കാരണം ഇത് നമ്മൾ ഇങ്ങനെയല്ല കഴിക്കണം, ഇത് നല്ലൊന്ന് ക്രഷ് ചെയ്തിട്ട് അങ്ങനെയാണ് ഇത് റോളിൻ്റെ ഉള്ളിൽ വെക്കണത്. അപ്പോൾ ചെറിയ ബോൾസുകളാക്കിയിട്ടാണ് ഞാൻ എടുത്തത്. നമ്മൾ ഉണ്ടാക്കി വെച്ച ആ ബോൾസുകളൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അധികം ഫ്രൈ ആവണ്ട, കാരണം ഉള്ളിൽ നന്നായി ക്രിസ്പി ആവുകയും വേണ്ട. ഇനി അത് കഴിഞ്ഞതിന് ശേഷം ഇത് നല്ലപോലെ പൊടിച്ചെടുക്കുക. ഈ പൊടിച്ചെടുത്തതിന് ശേഷം നമ്മൾ കുബൂസിലാണ് നമ്മളിപ്പോൾ റോൾ ചെയ്യണത്. അപ്പോൾ ആ കുബൂസിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച അമ്മൂസും പിന്നെ കുറച്ച് ടൊമാറ്റോ സ്ലൈസ് ആക്കുക. വേറൊന്നും ഇതിൽ ആഡ് ചെയ്യണില്ല. ഇതിൽ നമ്മൾ മയോണീസോ അതോ ഗാർലിക് പേസ്റ്റോ ആഡ് ചെയ്യരുത്. കാരണം നമുക്ക് ഈ ഒരു ഫലാഫിൽ റോളിൻ്റെ ടേസ്റ്റ് നമ്മളിതൊരു ഷവർമയിലേക്ക് കിടക്കണ പോലെ ആവും. അപ്പോൾ ഈ ഒരു ഫലാഫിൽ റോളിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് ഇത്രയ്ക്ക് സംഭവങ്ങളെ വെക്കണ്ടുള്ളൂ. അതേപോലെ നമ്മൾ ഷവർമയിലേക്ക് വെക്കണ പോലെ കുറേ ഓവറായിട്ടുള്ള സംഭവങ്ങളൊന്നും ഇതിൽ വെക്കണ്ട. എനിക്ക് ഇഷ്ടപ്പെട്ടത് ഷാർജയിലെ നാസിരിയയിലെ ഡ്രൈവിംഗ് സ്കൂളിൻ്റെ അടുത്തുള്ളൊരു കഫ്തീരിയ ഉണ്ട്. ഞാൻ ഷാർജയിൽ കഴിച്ചതിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്ഥലം അവിടുന്ന് കഴിച്ച ഫലാഫിലാണ്. ഷാർജയിലുള്ളവർ ആ ഒരു ഫലാഫിൽ എന്തായാലും പോയിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കിട്ടോ. നല്ലൊരു ടേസ്റ്റാണ്. അധികം നമുക്ക് വെജിറ്റബിൾസോ സംഭവങ്ങളൊന്നും വെച്ചിരാണ്ട് ഈ ഫലാഫിലും അതേപോലെ നമ്മൾ അമ്മൂസും പിന്നെ ഈ ഒരു ടൊമാറ്റോ മാത്രമേ വെച്ചിട്ടുണ്ടാവുള്ളൂ. ആ ഒരു കോമ്പിനേഷൻ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഷാർജയിലുള്ളവർ എന്തായാലും ഒന്ന് പോയി ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്.